പക്ഷേ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. സപ്തതി ആഘോഷ ദിവസം ഞാനാണ് അനന്തരാവകാശി എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നാലോ? അങ്ങനെ ആര് വരാനാ? കാരണം ഒരു ബ്രഹ്മചാരിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ആ ബ്രഹ്മചര്യത്തിന് ഒരു വീഴ്ച വന്നിട്ട് ഒരു അവകാശം ജനിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മകൻ. അല്ല, അങ്ങനെ ചിരിച്ചു തള്ളാൻ പറ്റിയ വിഷയമല്ല. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സകല തെളിവുകളും റെക്കോർഡുകളും ഒക്കെ ആയിട്ട് അവസാന നിമിഷം ഒരുത്തൻ രംഗപ്രവേശം ചെയ്താലോ? വരണമെന്നില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അവനെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക? അങ്ങനെ ഒരുത്തൻ വന്ന അറ്റ കൈ തന്നെ പ്രയോഗിക്കും. ഞങ്ങൾ അവനെ തട്ടി. അപ്പം മരണം ഉറപ്പമേ. ഈ പ്രതിസന്ധി എനിക്ക് താങ്ങാനാവുന്നില്ല. കഴിയുന്നത്ര ശ്രമിച്ചു സപ്തതി ഒഴിവാക്കാൻ. എനിക്കൊരു മകനുള്ളപ്പോ മറ്റൊരാളെ എങ്ങനെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കും? പെങ്ങന്മാരുടെയും അനന്തരരുടെയും മുഖത്ത് നോക്കി എനിക്കൊരു മകനുണ്ടെന്ന് പറയാൻ എന്നെ കൊണ്ടെന്ന് പറയാനാവില്ല. ഞാൻ ധർമ്മസങ്കടത്തില്. അമ്മാമ്മ കൈയേൽപ്പിച്ച തറവാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പോവുകയേ നിവൃത്തിയുള്ളൂ. എല്ലാം വിട്ടൊഴിഞ്ഞ് ഞാൻ യാത്രയാകുന്നു. മാപ്പ്, മാപ്പ് അമ്മാമേ, മാപ്പ്. അങ്ങ് ഇങ്ങോട്ടാ? ഇത് ഭീരുത്വമാണ്. സപ്തതി ആഘോഷത്തിന്റെ ക്ഷണക്കത്ത് മുഴുവൻ അടിച്ചു കഴിഞ്ഞു. മറ്റൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ആ മുഹൂർത്തം നാട്ടുകാർ ഉറ്റു നോക്കിയിരിക്കുക. നാട്ടുകാർക്കല്ല, നിനക്കാണതിൽ താല്പര്യം, നിനക്കാണ് നേട്ടം. അങ്ങ് ക്ഷോഭിക്കരുത്. സ്വാഗത സംഘവും കമ്മിറ്റിയും ഒക്കെ നിന്റെ ബുദ്ധിയല്ലേ? ബുദ്ധി മാത്രമല്ല, എന്റെ ഉത്തരവാദിത്വം കൂടിയാ. ഈ സപ്തതി നടന്നില്ലെങ്കിലേ നാട്ടുകാരോട് സമാധാനം പറയേണ്ട ഞാനാ. അങ്ങ് പോയി കിടന്നാട്ടെ. ജസ്റ്റിസ് വിളിച്ചിരുന്നു, മന്ത്രി നാളെ വരും. ഇതൊക്കെ അവരറിഞ്ഞാലുള്ള ഭവിഷ്യത്ത്. കടന്നു പോണ്ടോ? ഇല്ല, അങ്ങ് എങ്ങോട്ടും പോവില്ല. നേരം വെളുക്കോളം കണ്ണിൽ എണ്ണ ഒഴിച്ചാൽ ഇവിടെ കാവലിരിക്കും. പ്ലീസ് അങ്ങ് പോയി കിടന്നാട്ടെ. ആ മനുഷ്യനെ നീ ഇങ്ങനെ വേദനിപ്പിക്കരുത്. കുറച്ച് വേദനിക്കട്ടെ. 30 വർഷം എന്റെ അമ്മ വേദനിച്ചതല്ലേ, ഒരു പങ്ക് അനുഭവിക്കട്ടെ. രാമനാഥ, അമ്മാമ്മ വിഷമിക്കാതിരിക്കുക. എല്ലാം ശുഭമായി തന്നെ കലാശിക്കും. പക്ഷേ രാമനാഥ, നിന്റെ മനസ്സിലിപ്പോ നടക്കില്ല. മാതൃകാധ്യാപകൻ, മികച്ച വ്യവസായ പ്രമുഖൻ, സാമൂഹ്യ സേവകൻ, കവി എന്നീ നിലകളിൽ രാഷ്ട്രപതിയിൽ നിന്നും സമുന്നതരായ ദേശീയ നേതാക്കളിൽ നിന്നും പുരസ്കാരങ്ങളും ബഹുമതികളും നേടിയിട്ടുള്ള മഹത് വ്യക്തിയാണ് പയ്യാരത്ത് പത്മനാഭൻ നായർ. കലാ സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും പ്രത്യേകം സ്തുത്യർഹങ്ങളാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നാടിന്റെ നാനാമുഖമായ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണഭൂതനായ പയ്യാരത്ത് പത്മനാഭൻ നായർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ ജസ്റ്റിസ് രാമമൂർത്തി ക്ഷണിച്ചോളുന്നു. പരമമായ സത്യം വെളിപ്പെടുത്തേണ്ട മുഹൂർത്തം അടുത്തു കഴിഞ്ഞു. മറക്കരുത്. സത്യം വദ, ധർമ്മം ചര. സംപൂജ്യനും എന്റെ ഗുരുനാഥനുമായ പയ്യാരത്ത് പത്മനാഭൻ നായർ സർ, ഓണറബിൾ മിനിസ്റ്റർ, മറ്റ് വിശിഷ്ടാതിഥികളെ, സർവകലാ വല്ലഭൻ, പണ്ഡിതൻ, പൊതുകാര്യ പ്രസക്തൻ, വ്യവസായി, മനുഷ്യസ്നേഹി, ഉദാരമതി എന്നിങ്ങനെ അദ്ദേഹം അർഹിക്കുന്ന വിശേഷണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. സ്വന്തമായൊരു വ്യക്തിജീവിതം ത്യജിച്ചുകൊണ്ട് സഹോദരിമാർക്കും അനന്തരവർക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും അങ്ങനെ 3 തലമുറകൾക്ക് ഉത്തമ മാതൃകയായി ജീവിക്കുന്ന അഭൗമ പ്രതിഭാസമാണ് അദ്ദേഹം. സാത്വിക ത്യാഗിയാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു സാത്വിക ത്യാഗിയാകാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? അദ്ദേഹം മുറുകെ പിടിച്ച ജീവിത മൂല്യങ്ങൾ, നിഷ്ഠ, ബ്രഹ്മചര്യ വ്രതം.
ദ്വാപരയുഗത്തിലെ ഭീഷ്മർ കഴിഞ്ഞാൽ നമ്മൾ അടങ്ങുന്ന ഈ സമൂഹത്തിൽ നമ്മൾ അറിയുന്ന ഒരു നിത്യബ്രഹ്മചാരിയേ ഉള്ളൂ. അത് കലിയുഗ ഭീഷ്മരായ പയ്യാരത്ത് പത്മനാഭൻ നായരാണ്. അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കാൻ ഞാൻ ആളല്ല. മനുഷ്യരൂപം ധരിച്ച അവതാര പുരുഷനായ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ യാചിക്കുന്നു. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പത്മനാഭൻ നായരുടെ സഹോദരിമാരിൽ മൂത്തവളും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസും കവയത്രിയുമായ ശ്രീമതി കുഞ്ഞുലക്ഷ്മി അമ്മയെ അവർ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ മംഗളപത്രം വായിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ജനങ്ങൾ അങ്ങയുടെ നാവിൽ നിന്നും സത്യം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു. അടുത്തത് അങ്ങയുടെ ഊഴമാണ്. സത്യമേവ ജയതേ. പുകഴ്നിറയും തറവാടിന് പൂമുഖമണി ദീപം, വാത്സല്യത്തണലേകും വരകൽപ്പക വൃക്ഷം, അഭിമാനം കൊടിയേറും കനകധ്വജ പുണ്യം, ഇരുചൂഴും പ്രതിസന്ധിയിൽ ഒരു ദീപസ്തംഭം, മഹിമകൾ തൻ കൊടുമുടിയായി മരുവുന്നൊരു ധീമൻ, കടലിളകും നേരത്തും കഠിനവ്രതശീലൻ, 840 പൗർണമിയുടെ ഉദയം, എന്നും തവ സപ്തതിയായി പുലരേണം സദയം. അനുഗ്രഹീതമായ വാഗ്ധോരണി കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാനും അനന്തരാവകാശിയെ പ്രഖ്യാപിക്കാനും പയ്യാരത്ത് പത്മനാഭൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. സത്യം മത ധർമ്മം ചര. ഈ സ്നേഹത്തിന് മറുപടി പറയാൻ എനിക്ക് വാക്കുകളില്ല. വാക്ക് സരസ്വതിയാണ്. അത് അളന്ന് വേണം പ്രയോഗിക്കാൻ. എന്റെ സുഹൃത്ത് പറഞ്ഞു ഞാൻ സാത്വിക ത്യാഗിയാണെന്ന്. ആണോ? ഞാൻ സാത്വിക ത്യാഗി അല്ല, കർമ്മയോഗിയല്ല, ഭീഷ്മരല്ല. പയ്യാരത്ത് പത്മനാഭൻ നായർ ഒരു സാധാരണ മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒട്ടേറെ കടമകളും കർത്തവ്യങ്ങളും ചെയ്യാനും ചെയ്തു തീർക്കാനും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന കർമ്മം എനിക്ക് ബാക്കിയുണ്ട്. പയ്യാരത്ത് തറവാടിന്റെ താക്കോൽ ദി സാഡിൽ കടിഞ്ഞാൽ കൈമാറും. ആർക്ക്? മരുമക്കത്തായും അപ്രായോഗികമായ ഈ കാലഘട്ടത്തിൽ എന്റെ അനന്തരവർക്കോ സഹോദരിമാർക്കോ ആർക്ക്? അതിനുത്തരം ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒളിച്ചോടാനാവുന്നില്ല. എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയൊരു മകനില്ലല്ലോ. ഉണ്ട്, എനിക്കൊരു മകനുണ്ട്. എന്റെ കാര്യസ്ഥൻ അല്ല, സുഹൃത്ത്, ആത്മാവ്, എന്റെ എല്ലാമായ ശങ്കുണ്ണിയുടെ സഹോദരി സൗദാമിനിയിൽ എനിക്ക് പിറന്ന മകൻ രാമനാഥൻ. നന്ദി, 1000 നന്ദി. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. ഒരു പ്രാവശ്യം, ഒരേയൊരു പ്രാവശ്യം എന്റെ അമ്മയുടെ അടുത്തേക്ക്. എടാ രാമനാഥ, പയ്യാരത്ത് പത്മനാഭൻ നായർ എന്നല്ല അയാളെ തന്തയുടെ തന്ത പറഞ്ഞാലും നിന്നെ ഇനി തറവാട്ടി താമസിപ്പിക്കില്ല. എടാ ആണത്തമില്ലാഞ്ഞിട്ടല്ലടാ അന്നേ നിന്നെ ഇറക്കി വിടാത്തത്. ഇയാളെ അനുസരിച്ചിട്ടാ ദൈവത്തെ പോലെ ആരാധിച്ചു. ഇപ്പോഴാ മനസ്സിലായത് ചെട്ടിയാണെന്ന്. ഇപ്പൊ തന്ത കൂട്ടിനുണ്ടെന്ന ധൈര്യമാവും നിനക്ക്. അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. എടാ അപ്പ കണ്ടവൻ അച്ഛാന്ന് വിളിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഓ, ഇനി അനന്തരമാരും വേണ്ടല്ലോ. ഞങ്ങളൊക്കെ പുറത്ത്, മകനകത്ത്. ഇത് നടക്കില്ല. അയാളെവിടെ?
മംഗളപത്രം സാത്വികത്യാഗി കർമ്മയോഗി ഈശ്വര ഇതെഴുതി എന്റെ കൈ ഒടിഞ്ഞു പോട്ടെ. ദുഷ്ട, നിങ്ങൾ മുടിഞ്ഞു പോകും. കുഞ്ഞുലക്ഷ്മി, വിളിക്കരുതെങ്ങനെ? അങ്ങനെ വിളിക്കാൻ അവകാശപ്പെട്ടയാൾ മരിച്ചു പോയി. കുഞ്ഞലക്ഷ്മി അമ്മേ, താൻ മിണ്ടി പോരുത്. കൂട്ടിക്കൊടുക്കുവാനാ താൻ. ഞങ്ങളുടെ സംബന്ധക്കാരോടൊക്കെ എന്താ മറുപടി പറയേണ്ടത്?